അവൾ പ്രകാശത്തിൻ്റെ ദേവതയായി വിരാജിക്കുന്നു. ഉടൽ മൂടിയ ചങ്ങലകൾ ഇരുട്ടായി വർത്തിക്കുന്നു. അവളുടെ ഉടലിൽ നിന്നാണ് രാത്രി വിരിയുന്ന വെളുത്ത പുഷ്പങ്ങൾ ഭൂമിയിലുണ്ടായത്. അവളെ ബന്ധിച്ച ചങ്ങലയിൽ നിന്ന് പാമ്പുകൾ ജന്മം കൊണ്ടു. അപ്രകാരം അവൾ വെളുത്ത പൂക്കൾക്കും പാമ്പുകൾക്കും മാതാവായി ഭവിച്ചു. ആന്ത്രാസിൻ്റെ പുസ്തകം 7-ാം അധ്യായം 31 മുതൽ 35 വരെ വാക്യങ്ങൾ. ആരവല്ലിയുടെ തർജ്ജമ. ഇന്നത്തെ നമ്മുടെ പുസ്തകം മാതൃഭൂമി പബ്ലിഷേഴ്സ് പുറത്തിറക്കിയ വിപിൻ ദാസിൻ്റെ അനാഹി എന്ന പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുന്നവർ, അതല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കണ്ട് പിന്നീട് ഫോൺ വിളികളിൽ കൂടെ മാത്രം പരിചയം പുതുക്കി നിൽക്കുന്നവർ, ഇവരൊക്കെ ശരിക്കും ജീവിച്ചിരിക്കുന്നവർ തന്നെയാണോ? ഇനി അത് പോട്ടെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ അടുത്തറിയുന്ന ഒരാൾ, മിക്കപ്പോഴും നമ്മൾ തമ്മിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകാറുണ്ട്, അവർ ഇങ്ങോട്ട് വരാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലിരിക്കുന്ന ഒരാൾ 10-20 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയതാണ് എന്നറിയുമ്പം എന്ത് വികാരമായിരിക്കും മനസ്സിലേക്ക് ഓടി വരുന്നത്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് അനാഹി എന്ന പുസ്തകത്തിൽ ഈ എഴുത്തുകാരൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇതിൽ സഹ്യൻ എന്ന നമ്മുടെ നായിക കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വിചിത്ര രൂപങ്ങളായ ചില ചിഹ്നങ്ങൾ, അത് ഓരോ പ്രത്യേക ഇടവേളകളിൽ ആവർത്തിച്ച് 1, 2, 3 എന്ന കണക്കിൽ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുമ്പോൾ ഇതിൻ്റെ പിന്നിലെ കാരണം അന്വേഷിച്ചുള്ള യാത്രയാണ് ഈ പുസ്തകം എന്ന് ഒറ്റ വാക്കിൽ പറയാം. ഇതിനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ആരവല്ലി എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. ഈ ചിഹ്നങ്ങൾ എവിടെയോ കണ്ടു മറന്നതാണ് എന്ന് സഹ്യന് തോന്നുന്നുണ്ട് പലപ്പോഴും. പക്ഷെ എന്താണ് എന്ന് എത്ര വിചാരിച്ചിട്ടും പിടികിട്ടൊന്നുമില്ല. ആരവല്ലി എപ്പോഴോ കണ്ടുപിടിക്കുന്നുണ്ട്, ഇത് പ്രാചീനമായ കാലത്ത് എവിടെയോ നിലനിന്നിരുന്ന ഒരു ഭാഷയാണ്. ഈ ഭാഷ ആരുപയോഗിച്ചിരുന്നതാണെന്നോ, ഈ ഭാഷയിൽ ഒരു പുസ്തകമുണ്ടോ എന്നോ, ഈ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അക്ഷരങ്ങൾ കൂടിച്ചേർന്ന ഒരു വാക്യമാകുന്നു എന്നോ, ഒരു സന്ദേശമാകുന്നോ എന്നോ ഒന്നും ഇവർക്ക് തുടക്കത്തിൽ അറിയാനേ സാധിക്കുന്നില്ല. ഇത് തിരഞ്ഞുള്ള യാത്ര പിന്നീട് അങ്ങോട്ട് വായനക്കാരനൊരു ഭീതിയുടെ മണിക്കൂറുകളും മിനിറ്റുകളുമാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ഭീതിജന്യ നോവലുകളിൽ വായിച്ചു പോകുന്ന ഒരു ചുറ്റുപാടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുറേ ഊടുവഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സന്ദർഭത്തെ മറികടന്ന് മറ്റൊന്നിലേക്ക് തെന്നി നീങ്ങുന്ന ഒരു പ്രത്യേകത ഈ ഒരു നോവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള നോവലുകൾ, അതിപ്പോൾ മാന്ത്രിക നോവലുകളാണെങ്കിലും അതല്ല ഈ ഹൊറർ നോവലുകൾ, ഗോഥിക് എക്സ്പീരിയൻസ് ഉള്ള നോവലുകളൊക്കെ ആണെങ്കിൽ കൂടിയും ഒരു പ്രത്യേക അതിർവരമ്പിന് അപ്പുറത്തേക്ക് കടക്കുന്നില്ല എന്നൊരു വായനക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതോ ഒരു അതിർവരമ്പിന് ഇപ്പുറം നിന്ന് മാത്രം സ്വതന്ത്രമായി കഥ പറയാൻ ആഗ്രഹിക്കുന്ന നോവലുകളാണ് നമ്മൾ കണ്ടതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അനാഹി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സംശയവുമില്ല. കാരണം ഇത് കുറേ കൂടി പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി അതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇന്നോളം മലയാളത്തിലെ ഭീതിജന്യ നോവലുകൾ എടുത്തിട്ടില്ലാത്ത ഒരു വിഷയത്തെയാണ് വിപിൻ ദാസ് ഈ ഒരു നോവലിനെ എഴുതാനായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും വിഷയത്തിലെ പുതുമ എന്നതിലുപരി വിഷയത്തിനെ അവതരിപ്പിച്ച രീതിയിലുള്ള പുതുമ എന്ന് നമുക്കിതിനെ 100% സത്യസന്ധമായിട്ട് തന്നെ പറയാം. ഈ വിഷയത്തെ അവതരിപ്പിച്ചിരിക്കുന്നതിലെ പുതുമയാണ് ഈ പുസ്തകത്തെ ഇത്രയും വായനയ്ക്കുതകുന്ന രീതിയിൽ നമുക്ക് മുന്നിലെത്തിക്കാൻ, വായനക്കാരൻ എന്നുള്ള നിലയിലേക്ക് നമുക്കൊരു സംതൃപ്തി തരുന്ന ഒരു ഘടകം അതുതന്നെയാണ്. ഈ നമ്മൾ പലപ്പോഴും വായിച്ചു പോയിട്ടുള്ള മാന്ത്രിക നോവലുകളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധിയിൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് ഇതുപോലെ ഇറങ്ങിച്ചെന്ന നോവലുകളാണ്. ഇപ്പോൾ മോഹനചന്ദ്രൻ്റെ കലിക, അല്ലെങ്കിൽ കാക്കകളുടെ രാത്രി, കൃഷ്ണപ്പരന്ത് പോലെയുള്ള നോവലുകൾ, ഏറ്റുമാനൂർ ശിവകുമാർ സർ എഴുതിയ നോവലുകളും ഒക്കെ കുറേ കൂടി സബ്ജക്റ്റിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു മാന്ത്രിക നോവലുകൾ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ പറഞ്ഞ ഹൊറർ നോവലുകളിലേക്ക് വരുമ്പോൾ പലപ്പോഴും അത് ഒരു പരിധി വരെ നമുക്ക് കണ്ട് പരിചയമുള്ള ബ്രഹ്മരക്ഷസ് അല്ലെങ്കിൽ രക്തരക്ഷസ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ എത്തിത്തട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടം കൊണ്ട് തീർന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ് മലയാള നോവലുകളിൽ പൊതുവെ കാണുന്നതെങ്കിൽ അനാഹി എന്ന നോവൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ആ ഒരു തീമിനെ അത്രമേൽ ആഴത്തിൽ, എത്രമാത്രം ഇറങ്ങിച്ചെല്ലാമോ ആ വിഷയത്തിലേക്ക് അത്രമേൽ ആഴത്തിൽ ആ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പല പല അവസരങ്ങളെ അല്ലെങ്കിൽ പല പല സാഹചര്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഇതിനകത്ത് മിസ്റ്ററി ഉണ്ട്,
കുറേ അഡ്വഞ്ചറുണ്ട്, കുറേ യാത്രകൾ നടത്തുന്നുണ്ട്. ആരവല്ലിയും സഹ്യനും കൂടി കുറേ യാത്രകൾ നടത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ സത്യം കണ്ടുപിടിക്കാനായിട്ട് ഒറ്റനോട്ടത്തിൽ ഇവരുടെ കയ്യിൽ യാതൊരുവിധ മാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇവർ ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ്. രണ്ട് സുഹൃത്തുക്കളാണ്, ഇവർ ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ്. ഈ സഹ്യൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക ചിഹ്നം, അത് ആദ്യം വരുമ്പം പുള്ളി അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അദ്ദേഹം ഒരു സുഹൃത്തിനോടെന്ന പോലെ ആരവല്ലിയോട് പറയുന്നു. പിന്നീട് ഇവരിതിനെ സംബന്ധിച്ച് അതിനെ വലിയ കാര്യമായിട്ട് എടുക്കാതെ വിട്ട് കളയുന്നു. എന്നാൽ രണ്ടാമതും പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ഇതൊരു സീരിയസ് ആണ്, അല്ലെങ്കിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ചിന്തയിലേക്ക് ഇവർ രണ്ടുപേരും വരുന്നത്. പക്ഷേ അപ്പോഴും അവരിതിനെ ഒരു സൈക്യാട്രിക് പ്രോബ്ലം, ഒരു പക്ഷേ അബോധ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു തോന്നലിൽ സഹ്യൻ തന്നെ ചെയ്യുന്നതാവാം എന്നുള്ള രീതിയിലാണ് ആദ്യം ഈ നോവൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ പിന്നീടാണ് തികച്ചും ഒരു വായനക്കാരൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിവിലേക്ക് ഇത് മാറുന്നത് അപ്പോൾ മാത്രമാണ്. അങ്ങനെ മാറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ നോവലിലേക്ക് നമുക്ക് വായനക്കാരൻ എന്ന നിലയിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത്. ആ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് പിന്നെ നോവൽ പോകുന്നത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കാത്ത ഭീതിയും ഈ പറഞ്ഞ അഡ്വഞ്ചറും ഗോഥിക് എക്സ്പീരിയൻസും, ഒരു കല്ലറയൊക്കെ ഓപ്പൺ ചെയ്യുന്നൊരു രംഗമൊക്കെ ഉണ്ട് ഈ നോവലിൽ. അതൊക്കെ വളരെ മനോഹരമായിട്ട് ഇതിലെഴുതി. മനോഹരം എന്ന് പറഞ്ഞാൽ അത് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു കല്ലറ തുറക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട സ്വാഭാവികമായ ഒരു ചുറ്റുപാടുണ്ടല്ലോ, ആ ചുറ്റുപാടിനെയൊക്കെ വളരെ ഗംഭീരമായിട്ട് ഈ നോവലിൽ വിപിൻദാസ് എന്ന എഴുത്തുകാരൻ എഴുതി പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ചേരുവകളും കൃത്യമായി കൂടിച്ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പൂർണ്ണത എന്ന് പറയുന്നതിന് ഒരു കുറവുണ്ടാവില്ല. എല്ലാ സൃഷ്ടികളും പൂർണ്ണമാകണം എന്നില്ല എന്നൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ വായിച്ചാൽ തീർച്ചയായും മാറ്റി നിർത്താവുന്ന കുറ്റങ്ങളും കുറവുകളും മാത്രമേ ഈ നോവലിനുള്ളൂ. അത് വളരെ ചെറിയൊരു ശതമാനം കുറ്റങ്ങളും കുറവുകളും മാത്രം. ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് വായനക്കാരനെ പിടിച്ചിരുത്താൻ ആവശ്യമായ എല്ലാ മുഹൂർത്തങ്ങളും കോർത്തിണക്കി ഒരു തിരിവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പ്രവചിക്കും. സാധാരണ ഒരു സിനിമ കാണുമ്പോഴോ ഒരു നോവൽ വായിക്കുമ്പോഴോ നമുക്കൊരു പ്രവചനം വരും, ഇതിങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ അത് അങ്ങനെയേ അല്ല എന്നറിയുന്നിടത്താണ് ആ വായനയുടെ ഒരു രസം ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പോകുന്നതിൽ ഈ നോവലൊരു 98% വിജയിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പ്രവചനങ്ങളൊക്കെ തീർച്ചയായും ഒരു നല്ല വായനക്കാരൻ എപ്പോഴെങ്കിലുമൊക്കെ ഇതിൻ്റെ ഗതികൾ പിടികിട്ടിയേക്കാം. എങ്കിൽ കൂടിയും ഒരു 98% ഇതിൻ്റെ ഈ ഒരു സസ്പെൻസ് നിലനിർത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പരിചിതമല്ലാത്ത വഴികളിലൂടെയുള്ള നോവലുകളുടെ സഞ്ചാരം, വിഷയത്തിനെക്കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലോറേഷൻ, ഈ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നോവൽ എഴുതാൻ, അനാഹി എന്ന നോവൽ എഴുതാനായിട്ട് വിപിൻദാസ് എന്ന എഴുത്തുകാരൻ എടുത്തിരിക്കുന്ന ആ ഒരു എഫേർട്ട്, നല്ല ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അത്രമേൽ ആഴത്തിലൊരു വിഷയത്തെ പഠിച്ചിട്ടാണ് അദ്ദേഹം ഈ നോവൽ എഴുതിയത് എന്ന് നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ഈ വിഷയത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ, എങ്ങനെ നോക്കിയാലും ഈ പറഞ്ഞ എക്സ്പീരിയൻസ്, ഈ ഒരു ഹൊറർ അല്ലെങ്കിൽ ഭീതിജന്യം എന്ന വാക്കിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു നോവൽ തന്നെയാണ് അനാഹി എന്ന നോവൽ. സാത്താൻ എന്നൊരു സങ്കല്പത്തെ, അല്ലെങ്കിൽ തിന്മ എന്നൊരു നെഗറ്റീവ് എനർജി എന്നൊരു സങ്കല്പത്തെ അപ്പാടെ പൊളിച്ചെഴുതുന്നുണ്ട് എഴുത്തുകാരൻ ഈ നോവലിൽ. ഭീതി എന്നൊരു വികാരത്തിനും അപ്പുറത്തേക്ക് വായനക്കാരനെ കൈ പിടിച്ചോണ്ട് പോയിട്ട് പെരുവഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് ഈ നോവലിൽ കാണാൻ പറ്റും. യുക്തിയെ കൂട്ടുപിടിച്ച് മാത്രം സാഹിത്യം നുണയാൻ ഇറങ്ങുന്നവർക്ക് അത്ര കണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഒരു കാറ്റഗറിയാണ് ഈ പറഞ്ഞ ഭീതിജന്യ നോവലുകൾ എന്ന് പലപ്പോഴും പറയപ്പെടുന്നുണ്ട്. എങ്കിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒട്ടും വിശ്വസനീയമല്ലാത്ത ഒരു കാര്യത്തെ, ഒരു ലോകത്തെ, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെയൊക്കെ വെറും വാക്കുകളിലൂടെ മാത്രം വായനക്കാരിലേക്ക് എത്തിക്കുക, അതിനെ എത്തിച്ച് ഉദ്ദേശിക്കുന്ന ആ ഒരു വികാരം, അല്ലെങ്കിൽ ഭയമെങ്കിൽ ഭയം, ഈ പറഞ്ഞ സസ്പെൻസ് ആണെങ്കിൽ അങ്ങനെ, അഡ്വഞ്ചർ ആണെങ്കിൽ അങ്ങനെ, അത് എത്തിച്ചു കൊടുക്കാനായിട്ടൊരു എഴുത്തുകാരന് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എഴുത്തുകാരൻ്റെ ഒരു വിജയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വിപിൻദാസ് ആ കാര്യത്തിൽ പൂർണ്ണമായും ആ ഒരു കാര്യത്തോട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ അനാഹി എന്ന നോവലിൻ്റെ സൃഷ്ടിയിൽ. മാതൃഭൂമി ബുക്സാണ് അനാഹി പുറത്തിറക്കിയിരിക്കുന്നത്. 270 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. അപ്പോൾ ഭീതിജന്യ നോവലുകൾ, അല്ലെങ്കിൽ ഹൊറർ നോവലുകൾ, മാന്ത്രിക നോവലുകളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരു വായനക്കാരനും തീർച്ചയായും അവരുടെ വായനയുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾ ഇനിയും വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് വായിച്ചു നോക്കണം. പിന്നെ ഇതുപോലെ നിങ്ങൾ വായിച്ച മാന്ത്രിക അല്ലെങ്കിൽ ഹൊറർ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന പുസ്തകങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓർമ്മയിൽ നിൽക്കുന്ന പുസ്തകം, അല്ലെങ്കിൽ വായിച്ചതിൽ ഏറ്റവും ഭംഗിയായി ഹൊററിനെ അവതരിപ്പിച്ച, അല്ലെങ്കിൽ മാന്ത്രികത്തെ അവതരിപ്പിച്ച ഭീതിജന്യ നോവൽ, അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ ഒരു ജോണർ വരുമ്പോൾ തോന്നുന്ന ഏതാണോ നോവൽ, ആ നോവലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു പുസ്തകമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.